അങ്ങനെ ഇതാക്കണ ഒരു ഉച്ചര കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തിരിഞ്ഞത് കേട്ടോ. ഒരു 2 മണിയായപ്പോൾ ഞാൻ ചോറൊക്കെ തിന്ന് നല്ല ഉഷാറായിട്ട് ഇതാക്കണ ആരോഗ്യവേദിയൊക്കെ വായിച്ചിട്ടാണ് കിടക്കാൻ നിൽക്കണത് കേട്ടോ. നല്ല സ്പീഡ് കൂട്ടി ഫാനും കൂടി ഇട്ടിക്കണ്. അങ്ങനെ ആ ഒരു ഉച്ച തൊട്ട് ഇതാക്കണ രാത്രി വരെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് അമ്മേനെ കാണാൻ പോയി. അങ്ങനെ വീട്ടിലത്തെ വിശേഷങ്ങളും അങ്ങനെ ഒക്കെപ്പാടെ കൂടിയിട്ട് ഒരു അവിയൽ പരുവത്തിലാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ ആ തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് അങ്ങനെ പോണത്. അങ്ങനെ ആ ഒരു കടത്തം കഴിഞ്ഞിട്ട് പിന്നെ നീച്ചപ്പോഴാണ് ഒരു സുഖമല്ല കേട്ടോ. ഉച്ചയ്ക്ക് ഉറങ്ങിയാൽ പിന്നെ ഒരിത്തിരി നേരം കൂടുതലായിട്ട് ഉറങ്ങുകയും ചെയ്തു. ഉറങ്ങി നീച്ചാൽ പിന്നെ ഒരു മന്ദാഗതിയാണ്. ഒരു 8-10 കളിയാണ് പിന്നെ കളിക്കാൻ ഉണ്ടാവുക. അതാക്കണം ഇങ്ങനെ ഒരു അന്തം വിട്ടതാകണം പൊന്തമ്മ കയറിയമാർക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ മഴ പെയ്യുന്നുണ്ട്, വെയിൽ വരുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്, അങ്ങനെയാണ് ഇപ്പം നിൽക്കണത്. അപ്പോൾ ഞാൻ എന്താട്ടി ആ കാറ്റടി ഉണ്ടായിരുന്നു, കുറച്ച് കാറ്റടി ഉണ്ടായിരുന്നു. അപ്പോൾ റബ്ബറിൽ ഇങ്ങനെ പോയി നോക്കുകയാണ്. അപ്പോൾ എല്ലാ ചുള്ളലും ചാടിയെ പോയി എടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പം എൻ്റെ പ്രതീക്ഷകളെ തെറ്റിച്ച് കൊണ്ട് ഇതാക്കണം ഒരൊറ്റ ചുള്ളൽ ചാടിയിട്ടില്ല. ഞാൻ കാണുന്നിടത്തൊന്നും ചാടിയിട്ടില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നോക്കണം. അപ്പോൾ അതിനാണെങ്കിൽ മടിയായി തുടങ്ങി. പിന്നെ ഇതാക്കണം വലിയ പണികളൊന്നും ഇല്ലല്ലോ. ഇനി ചോറും കൂട്ടാനും കാര്യങ്ങളൊന്നും വെക്കാനില്ല, പാത്രമൊന്നും കഴുകാനില്ല, തുണി മടക്കി അയക്കാനില്ല. കാരണം എന്താ പുറത്തേക്ക് ഇട്ടിട്ടില്ലല്ലോ. തിരുമ്പിയതൊക്കെ ഇതാക്കണം നമ്മൾ അകത്ത് കൂടെ തന്നെയാണ് ഇട്ടത്. അതുകൊണ്ട് തുണിയൊന്നും മടക്കി വെക്കാനും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാനിതാക്കണം ഇങ്ങനെ ഇരിക്കട്ടെ. അതിലാണ് മക്കൾ വന്നത് ബുക്കൊക്കെ അങ്ങനെ തിരഞ്ഞു നോക്കി തപ്പിപ്പിടിച്ച് നോക്കാണ്ട്. ഇനിയിപ്പോൾ 10ാം ക്ലാസ്സുകാർക്ക് ബുക്ക് വേണമെന്ന് ആർക്കൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയെന്ന്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നേരം അടിക്കാനിരുന്നു കേട്ടോ. ആ അടിക്കാനിരുന്നപ്പോൾ അതാ കറണ്ട് പോയപ്പോൾ നീച്ച് പോയതാണ് നട്ടപ്പരാന്ത് വന്നിട്ട്. അപ്പോൾ അടിക്കിനിടയിൽ ഇതാ കറണ്ടൊക്കെ പോയ ഭയങ്കര പിന്നെ അതിമക്ക് വന്ന് ഇരിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അതിൽ ഞാൻ വിചാരിച്ചു നല്ല ഉഷാറായിട്ടൊരു ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന്. ഇപ്പം സമയം നോക്കുകയാണെങ്കിൽ ഇതൊക്കെ 3:30 ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. 3:30 ഒരു 4 മണിക്കല്ലേ സാധാരണ എല്ലാവരും ചായ കുടിക്കൽ. ഇന്നിപ്പോൾ എന്തോ മഴയൊക്കെ ഇങ്ങനെ കാറ്റൊക്കെ വരുന്ന കണ്ടിട്ടാണ് തോന്നുന്നത് എനിക്ക് ചായ കുടിക്കാൻ വല്ലാതൊരു പൂതിയായി. അല്ലെങ്കിൽ ഞാൻ വേഗം കറണ്ട് അടുപ്പിലാണ് ചായ വെക്കണം. കുറച്ച് ചായ മതി. അപ്പോൾ ചിലപ്പം കുടിക്കും, ചിലപ്പം കുടിക്കൂല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇത്തിരി ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കറണ്ട് അടുപ്പം വെള്ളമൊക്കെ വെച്ചിട്ട് ഞാനിതാക്കണം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ വെക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ഉണ്ണിമോൾ പുസ്തകം കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 10ാം ക്ലാസ്സിലെ ബുക്ക് ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ കൊടുക്കാമല്ലോ. അപ്പോൾ ഒരു പഠിച്ചോട്ടല്ലേ. അതിൻ്റെ ഇടയിൽ മഴ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ പെയ്ത് വരുന്നുണ്ട്, കാറ്റടിക്കുന്നുണ്ട്. അടുക്കളേൻ്റെ ഗ്രില്ല് തുറക്കണ ഒച്ച കേട്ടപ്പോൾ അതിന് കോഴിക്കൾ 2 കൂടി മണ്ടി വന്നു കേട്ടോ. അപ്പോൾ തള്ളയും കുട്ടികളൊന്നും ഇല്ല, അതാകണം വലിയ 2 അപ്പോൾ ഞാൻ കുറച്ച് ചോറിട്ട് കൊടുത്തു ഓൽക്ക്. അത് കൊത്തി തിന്ന് നിൽക്കണ പണിയാണ് ഓൽക്ക്. ഇവലിതിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നുന്നു. ഈ അടുക്കള വാതിലിൻ്റെ ഗ്രില്ല് തുറക്കണ ഒച്ച കേട്ട അപ്പം മണ്ടി കൂടി വരും കേട്ടോ. അപ്പോൾ എന്തേലും അവർക്ക് തിന്നാനിട്ട് കൊടുക്കണം. അങ്ങനെയാണല്ലോ നമ്മൾ വളർത്തുന്ന ജീവികളാവുമ്പോൾ. അങ്ങനെയാണ് നമ്മളോട് സ്നേഹം കുറച്ച് കൂടുതലാവും. അങ്ങനെ ഇതാക്കണം 1 തുള്ളിയിട്ട് 2 തുള്ളിയിട്ട് അങ്ങനെ പെരുമഴ പെയ്യാൽ പുറപ്പാടാൻ തോന്നുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചായ നല്ലപോലെ ഒന്ന് തിളച്ച് മറിയട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റിങ്ങിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ മഴ നല്ല ഊക്ക് കൂടുമ്പോൾ നമുക്ക് ചായ ഇതാ റെഡിയാക്കും വേണം. അതിൻ്റെ ഇടയിലാണ് അടുക്കളയിൽ വന്നപ്പോൾ നല്ല മാങ്ങച്ചാറുണ്ടായിരുന്നു. ഞാൻ തന്നെയാണ് പൊതുവേ ഞാൻ അച്ചാർ അങ്ങനെ ഇടലില്ല കേട്ടോ. അകപ്പാട് ഇടാൻ അറിയുന്ന അച്ചാർ എന്ന് പറയുന്നത് മാങ്ങയാണ്. മാങ്ങക്ക് വലിയ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഇതാ അച്ചാറും പൊടി മാത്രം ഇട്ട് വെച്ചൊരു അച്ചാറാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു എന്താ പറയുക ഒരു ചെനച്ച വാങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തിന്നിങ്ങനെ കോരി തിന്ന് നിൽക്കുന്ന പണിയാണ്. അപ്പോൾ ഇനി ആരും ഇതാക്കണം ചായ വെക്കാൻ അറിയില്ല എന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ അതൊക്കെ അപ്പത്തെ വെള്ളം നല്ല ഉഷാറായിട്ട് കുത്തി തിളച്ചപ്പോൾ ഞാൻ വേഗം പഞ്ചസാര ഇട്ടിക്കണം കേട്ടോ. ചായപ്പൊടി ഇടുന്നതിൻ്റെ മുന്നേ തന്നെ പഞ്ചസാര ഇട്ടിക്കണം. നല്ലോണം അത് അലിഞ്ഞാണ് ചേരുവല്ലോ. അല്ലെങ്കിൽ ഇത് കയ്യിലെടുത്തിട്ട് ഇളക്കിയിട്ട് വേണം. അപ്പോൾ അതിന് മടിച്ചിട്ടാണ് ഫസ്റ്റ് തന്നെ പഞ്ചസാര ചേർക്കണത്. പിന്നെ ഇതാണ് നമ്മൾ ചായപ്പൊടി ചേർക്കാം കേട്ടോ. ചായപ്പൊടി ഇതാക്കണം കുറച്ച് തോനാണ് ചേർത്തിക്കണത്. അന്നേരം ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചാൽ ഉണ്ണിമോക്കാണ് കേട്ടോ. അവളിങ്ങനെ പാൽ ചായ കുടിക്കൂല. അപ്പോൾ ഒക്കെ ഇങ്ങനെ കട്ടൻ ചായ ആണ് ഒഴിച്ച് വെക്കലാണ്. അപ്പോൾ പാൽ ചായ എന്ന് പറഞ്ഞാൽ പാലില്ല കേട്ടോ, നമുക്ക് പാൽപ്പൊടിയാണുള്ളത്. അപ്പോൾ കവർ പാലിലില്ല ആ ഒരു ചായക്കും ഈ പാൽപ്പൊടി ഉണ്ടാക്കിയിട്ട് ആ ഒരു ചായക്കും വേറെ വ്യത്യാസമാണല്ലോ അല്ലേ. അപ്പോൾ ഏതായാലും എങ്ങനെയായാലും കണ്ടില്ല. ഇന്നിപ്പോൾ ഞാൻ ഇന്നൊരു പാൽ ചായ കുടിച്ചിട്ട് തന്നെ ഉള്ളൂ ബാക്കി കാര്യം. അതിൻ്റെ ഇടയിൽ ഒരു ഉറുമ്പ് ചാടിയെന്ന് കേട്ടോ. അതിനെ രക്ഷപ്പെടുത്തി ഞാൻ. അല്ലെങ്കിൽ അതിനെ കൊന്ന വകയിലേക്ക് ആ ഒരു പാപം കൂടി ചാർത്തി കിട്ടിയിരുന്നു. അപ്പോൾ അതും കൂടി ഏൽക്കാനാവില്ല എന്ന് വിചാരിച്ച് അതിനൊന്ന് രക്ഷപ്പെടുത്തി. പിന്നെ ഇതാ കട്ടൻ ചായ പറഞ്ഞാണ്ട് ഇതാക്കുന്ന നല്ല ഉഷാറായിട്ട് അടിക്കലാണ് കേട്ടോ. അപ്പോൾ ചായ അടിക്കുന്ന കണ്ടിട്ടില്ല, ഇങ്ങനെയാണ് കേട്ടോ ചായ അടിക്കൽ. അപ്പോൾ ചായക്ക് നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതാക്കണം നമുക്കിങ്ങനെ ചായ അടിക്കാനുണ്ട് 2 പാത്രത്തിൽ ഇങ്ങനെ ആറ്റി ഇങ്ങനെ എടുക്കണം. അപ്പോഴാണ് ആ ഒരു ചായൻ്റെ ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. കട്ടനാണെങ്കിലും പാൽ ചായ ആണെങ്കിലും ഇങ്ങനെ ആറ്റി ഇങ്ങനെ കുടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ എത്രയോ പുകത്തിൽ ഇങ്ങനെ ഒന്ന് പാരാൻ കഴിയണോ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചായാറ്റിൻ്റെ ഒരു കഥ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി പെട്ടിപ്പീടിയാലും ഒരു തട്ടുകടയിലൊക്കെ പോയി നോക്കിയാൽ മനസ്സിലാവൂലേ ചായ പോലൊക്കെ അടിക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ അല്ലേ. നമ്മൾ പിന്നെയും
പിന്നെയും കുടിക്കാനായിട്ട് അവിടേക്ക് ചെല്ലുന്നത് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ചായ ഉണ്ടാക്കിയതുകൊണ്ടല്ലേ. അപ്പോൾ നമ്മളെ അമ്മേൻ്റെ ഹോട്ടലിൽ ഇങ്ങനെയാണ് ഉണ്ട്, അവിടെ കുട്ടിമാനാണ് ഉണ്ടാക്കുക ചായ. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ, എത്രയോ പക്കത്തിൽ ഓനിങ്ങനെ അടിക്കും. അപ്പോൾ ആ ഒരു ചായ കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ചായ അങ്ങനെ ഒന്ന് ആക്കി വെക്കാം കേട്ടോ. നമുക്ക് അനുകരിക്കണേന് കുഴപ്പമൊന്നുമില്ലല്ലോ, അത്രത്തോളം ഒന്നും വരൂലെങ്കിലും അനുകരിക്കണേന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ തന്നെ എനിക്ക് വെക്കണമെന്നോടത്തോളം ഇങ്ങനെ ഒന്ന് പൊണ്ടിച്ച് അടിച്ച് നോക്കാം കേട്ടോ. പക്ഷേ അത് റെഡിയായി കിട്ടിയിട്ടില്ല. അതുപോലെ ഒന്നും നമ്മളെ കൊണ്ട് വയ്യൂലപ്പാന്നും പറഞ്ഞിട്ട് ഞാൻ ആ പരിപാടി അവിടെ നിർത്തിയേക്കണം കേട്ടോ. ഇനിയിപ്പോൾ വേഗം ഗ്ലാസ് എടുത്തൊന്ന് ചായ വെക്കട്ടെ. ചായ ഇതിലൊന്ന് ഒന്ന് പാർന്ന് കൊടുത്തിട്ടുണ്ട്, നല്ല ടേസ്റ്റുള്ളൊരു ചായയാണ്. അപ്പോൾ അതും പാൽപ്പൊടി ഇട്ട ചായയാണ് കേട്ടോ. പിന്നെ നമുക്കിത് കുറയ്ക്കാനായിട്ട് മിച്ചറാണല്ലോ, അത് കുറച്ച് മിച്ചറും ഒരു ഗ്ലാസ് ചായ എടുത്ത്, അപ്പോൾ മഴ പോണേൻ്റെ മുന്നേ ഇത് കുടിച്ചും തീരണം, അങ്ങനത്തെ ഒരു നിബന്ധനയും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ മഴ ഇതാ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്, ചോരിനുണ്ട്, വെയിൽ വരും, ഇങ്ങനെയൊക്കെയാണ് കാലാവസ്ഥ ഉള്ളത്. അപ്പോൾ ഇനി മഴനൊക്കെ നോക്കിയിട്ട് ഒരു ചായ ഇങ്ങോട്ട് കുടിക്കട്ടെ കേട്ടോ. ഞാൻ ഇവിടെ പറയുമ്പോൾ ആരുമില്ല, മക്കളൊക്കെ അത് കളിക്കാൻ പോയതാണ്, ശനിയാഴ്ചയാണല്ലോ. ഇത് ശനിയാഴ്ചക്കത്തെ വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് ചായ കുടിക്കാനായിട്ട്. അപ്പോൾ ചായനെ പൊക്കി പറഞ്ഞ് നാവും പൊള്ളിക്കണം കേട്ടോ, അതിപ്പോൾ അതിൽ കാട്ടാൻ പറ്റൂലല്ലോ. അപ്പോൾ മക്കൾ ഇതാക്കണ ഓൽക്ക് ആവുമ്പോൾ വന്ന് ചായ കുടിച്ചോളും, ഞാൻ എൻ്റെ ജാർ അങ്ങോട്ട് നിറക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേന്ന്. നമ്മളെ ജാർ നമ്മളാണല്ലോ നമുക്ക് മുഖ്യം. അപ്പോൾ ഞാൻ മിച്ചറും ചായ ഇതാക്കണം കുറച്ചീച്ച് എടുത്തിട്ട് ഇങ്ങനെ തിന്നണം. നല്ല മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെ മഴ ചോരിനുണ്ട് പെയ്യുന്നുണ്ട്, ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു ചായയാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ മൂപ്പര് വരുമ്പോൾ കുറച്ച് ചായ കുറച്ച് മിച്ചറൊക്കെ കൊടുത്ത് ഒന്ന് സോപ്പിടാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഞാൻ അമ്മനെ കണ്ടിട്ട്. അപ്പോൾ അമ്മനെ കാണാൻ ഇന്ന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും കൂടി മിച്ചറൊക്കെ കൊടുത്തൊന്ന് സോപ്പിട്ട് ഇങ്ങനെ നിർത്തിയാലേ അപ്പോൾ പോന്നോളും. അങ്ങനെ പിന്നെ മൂപ്പര് പണിയൊക്കെ കയറി വന്നപ്പോൾ ഇതിന് നേരം 5-5:30 കഴിഞ്ഞു കേട്ടോ. പിന്നെ ചായയൊക്കെ കൊടുത്ത് നല്ല 2 വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നപ്പോൾ പിന്നെ നമ്മളപ്പോൾ പോകുന്നു കേട്ടോ. എന്നാൽ പോര് എന്നാൽ യൂണിഫോമൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നിക്കണം കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ നേരം 5:30-6 മണിയോട് അടുത്തിങ്ങനെയാണ് ഇറങ്ങിയപ്പം. അപ്പോൾ ആകാശമൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ പുഴയല്ലേ, നമ്മളെ ഒരു ഓടയ്ക്കൽ ബ്രിഡ്ജിൽ നിന്ന് ആ ഒരു താഴത്തേക്ക് നോക്കുന്ന ദൃശ്യം തന്നെ അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങളിതാ പോയി നിലമ്പൂർ പോകുക കേട്ടോ. ഫസ്റ്റ് ഞാൻ പറഞ്ഞു എന്നാൽ യൂണിഫോം എടുക്കുക, യൂണിഫോം ഇതാ നിലമ്പൂർ സ്കൂളിലായതുകൊണ്ട് നിലമ്പൂരാവും നമുക്ക് ഉണ്ണിമോക്കും ഇല്ല യൂണിഫോമൊക്കെ ഉണ്ടാകുക. അപ്പോൾ അവിടുന്ന് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു പോക്കുള്ളത്. പോണ പോക്കിൽ അമ്മേനെയും കൂടി ഒന്ന് കാണാം, അങ്ങനെ ഉണ്ട്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ പോണത് കേട്ടോ. അവിടെ എത്തിയിട്ട് വേണമെന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു യൂണിഫോം നമുക്ക് അമ്മനെ കണ്ട് തിരിച്ചു പോരുമ്പോൾ എടുത്താൽ പോരേന്ന് ചോദിച്ചപ്പോൾ അന്നൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവാം കേട്ടോ. അങ്ങനെ മമ്പാടും കഴിഞ്ഞ് കനോലിയും കഴിഞ്ഞ് നിലമ്പൂരും കഴിഞ്ഞ് ചന്തക്കുന്ന് കഴിഞ്ഞ് നമ്മൾ ചാലിയാർ പഞ്ചായത്തിൽ എത്തിക്കണം കേട്ടോ. അപ്പം മയിലാടിപ്പാലാണ്, എവിടെയും തിരക്കേടൊന്നുമില്ല, രസമൊക്കെ ഉണ്ടല്ല കാണാനായിട്ട്, വലിയ ആൾക്കാരൊന്നുമില്ല. എന്നാലും നമ്മളെ നാട്ടിൽ കണ്ടഞ്ഞ് പോയോണ്ട് നിൽക്കണത്. അപ്പോൾ അമ്മ പണിയൊക്കെ കഴിഞ്ഞ് ഹോട്ടലിലത്തെ പണിയാണ് അമ്മക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ അവിടുത്തെ പാത്രം കഴുകുക, അതേമാതിരി തന്നെ കറി കഴിഞ്ഞൊരുക്കുക, സദ്യ കാര്യങ്ങൾ വട്ടങ്ങളൊക്കെ ഉണ്ടാക്കുക, അതാണ് അമ്മക്ക് പണി. അപ്പോൾ അമ്മ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അമ്മേൻ്റെ ഫോണൊന്ന് കേടുവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പേര് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാമല്ലോ. അപ്പോൾ അതിനൊക്കെയാണ് പോണത്, വിളിച്ചിട്ട് കിട്ടണമില്ല. അപ്പോൾ നമുക്കൊരു ബേജാറാണല്ലോ അല്ലേ, എല്ലാവരും ഉണ്ട് എന്നാലും നമുക്ക് അമ്മമാരൊക്കെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ബേജാറാണ്. അപ്പോൾ അതിനൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു പോക്ക് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിലെത്തിയ പിന്നെ ഇങ്ങനെയാണ്, പാടം പറമ്പ് പുഴ തോട് എന്നൊക്കെ പറഞ്ഞാൽ കാട് മേടൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഇത് കൂടെ പോകാനായിട്ട്, നല്ല രസമല്ലേ പാടമൊക്കെ കാണാനായിട്ടും. അപ്പോൾ ഇതാ ഇങ്ങനെ പോയി നമ്മൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ നമ്മൾ ഫോറസ്റ്റിൽ എത്തിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മഹാഗണി ഫോറസ്റ്റിലാണ് എത്തുന്നത്. ഇവിടെയാണ് കേട്ടോ നമ്മളെ അമ്മേൻ്റെ വീടുള്ളത്. അപ്പോൾ അവിടെ കാണുന്ന ഒരു വീടുണ്ടല്ലോ, അത് മാമേൻ്റെ വീടാണ്, മാമേൻ്റെ വീടാണ്. അതിൻ്റെ അപ്പുറത്ത് കൂടെ ഉള്ളതൊക്കെ അമ്മമ്മേൻ്റെ വീട്, അങ്ങനെ തറവാടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇതാക്കണത് ഇതുകൂടെയൊക്കെയാണ് കളിച്ച് വളർന്നിട്ടുള്ളതൊക്കെ. നമ്മൾ കുറച്ച് ദൂരം ഉള്ളു നില. അപ്പോൾ അകമ്പാടം എരഞ്ഞിമങ്ങാടായിട്ട് വലിയ ദൂരങ്ങളൊന്നുമില്ല. അകമ്പാടത്താണ് നമ്മളെ വീട്, എരഞ്ഞിമങ്ങാടാണ് അമ്മേൻ്റെ വീട് കേട്ടോ. അപ്പോൾ അമ്മേൻ്റെ വീട്ടിലേക്ക് വലിയ ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും അവിടെ തന്നെയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ എരഞ്ഞിമങ്ങാട് സ്കൂളിൻ്റെ മദ്രസിൻ്റെ അവിടെ വന്നാണ്ട് കുറച്ച് ചായക്കടി വാങ്ങിയിട്ട്, അമ്മയും കുട്ടികളൊക്കെ അവിടെ ഉണ്ടല്ലോ, അപ്പോൾ അവർ ചായക്കടിയൊക്കെ ഒന്ന് വാങ്ങി. അപ്പോൾ പണ്ടത്തെ സ്കൂളായിരുന്നു, സ്കൂൾ പൊളിച്ച് ഇപ്പോൾ ഇതാക്കണേ LKG UKG അങ്ങനത്തെ നഴ്സറി സ്കൂളാക്കിയിരിക്കണം കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് തന്നെ കളക്കുന്നാണ് ഇവിടെ UP LP സ്കൂളൊക്കെ ഉള്ളത്. പിന്നെ ഒരു ചീത്ത കിട്ടാൻ, വലിയ വമ്പൻ ചീത്ത കിട്ടാനുള്ള അവസരം കൂടി ഞാൻ അമ്മക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് പോണത്. കാരണം എന്താ വെച്ചാൽ അമ്മക്ക് ഈ ഒരു പാൻറ്റ് കുപ്പായിട്ടത് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അതിന് ഇതാക്കണ നല്ല പോലെ ചെവി പൊട്ടണ ചീത്ത കിട്ടുമെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് അങ്ങോട്ട് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ മൂപ്പർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അമ്മക്ക് ഇഷ്ടമല്ല കേട്ടോ. നമ്മൾ ടൂറ് പോയപ്പോൾ ഇട്ട ആ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഒരു ജീൻസ്, ആ ഒരു കുപ്പായ, അതിട്ടിട്ടാണ് പോണത്. എന്താകുമോ എന്തോ, അവിടെ വലിച്ച് പറിച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ കാണാം. അപ്പോൾ ഏതായാലും പോയോക്കട്ടെ, ചീത്തക്കില്ല ഒരു വഴി ഒരുക്കിയിട്ട് തന്നെയാണ് പോണത്. ചെവിയൊക്കെ നല്ല ക്ലീനൊക്കെ ചെയ്തിട്ട് തന്നെയാണ് പോണത്. ഏതായാലും ചീത്ത കിട്ടും ഉറപ്പാണ്.
അങ്ങനെ എന്താ പോയി അകമ്പാടത്ത് എത്തി നമ്മളെ സ്കൂളിൻ്റെ ആ ഒരു കവാടമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മൾ 8, 9 അവിടെ പഠിച്ചിട്ടുള്ളൂ, എന്നാലും തിരക്കടില്ല, 2 കൊല്ലം പഠിച്ച ആ ഒരു അനുഭവങ്ങൾ ഉണ്ടല്ലോ. അങ്ങനെ ഇതാക്കണം. ഇതാണ് കേട്ടോ ഞങ്ങൾ അങ്ങാടി, അകമ്പാട് അങ്ങാടിയാണത്. ചെറിയൊരു അങ്ങാടിയാണ് കേട്ടോ. കുറേ ഇപ്പം ഇതേപോലെ ഒന്നും ഇല്ലേന്ന്, തീരെ പീടിയും കാര്യങ്ങളൊന്നും ഇല്ലേന്ന് കേട്ടോ. ഇപ്പോൾ ഒരുപാട് പീടികകളും കടകളും കാര്യങ്ങളൊക്കെ വന്നിക്കണ്. അപ്പം ഇതാണ് നമ്മൾ ചെറിയൊരു ഇത് കൂടെ ഒന്നുമല്ല കേട്ടോ, നമ്മൾ സ്കൂൾക്ക് പോലെ റോട്ടിൽ കൂടെയേ അല്ല, കുറുക്ക് വഴി കൂടെയൊക്കെയാണ് പോലെ, റബ്ബർ തോട്ടത്തിൽ കൂടെയൊക്കെയാണ് പോകുന്നത്, ഇതിൻ്റെ അപ്പുറത്താട്ടോ. അപ്പം അങ്ങനെ പോയി നമ്മളെ ഗ്രൗണ്ടാണിത്. അപ്പം ഇപ്പം ഗ്രൗണ്ടൊന്നുമില്ല, അപ്പോൾ ആരതൊക്കെയോ കയ്യിലാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ ഗ്രൗണ്ടിനും നമ്മളെ കല്യാണത്തിനായിട്ട് നല്ല ബന്ധമുണ്ട് കേട്ടോ. നല്ല ബന്ധം പറഞ്ഞാൽ നല്ല ഉഷാറായിട്ട് ബന്ധമുണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മളെ കല്യാണം നടന്നു ആ ഗ്രൗണ്ടുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. അതൊക്കെ പോട്ടെ, അതൊക്കെ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ അങ്ങനെ പോയി നമ്മളെ വീടിനോട് അടുത്ത് എത്താനായിക്കുണ്ട്. ഇവിടെയാണ് അമ്മേൻ്റെ ഹോട്ടലുള്ളത്. പിന്നെ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്. അങ്ങനെ പിന്നെ ഒരു നന്ദന ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ നിന്നാണ് നോക്കിയാൽ പിന്നെ നമ്മളെ വീട് കാണാം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ പോണത് ഇതാക്കണ വീട്ടിൽ കാണട്ടോ. വീട്ടിൽ ആരൊക്കെ ഉണ്ടാവും എന്ന് നമുക്കറിയില്ല. അമ്മ ഏതായാലും ഉണ്ടാവും, പിന്നെ മക്കളും ഉണ്ടാവും കേട്ടോ. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാൻ വലിയ സാധ്യത ഉണ്ട്. ചിലപ്പോൾ ഇന്നെ കാണുമ്പോൾ മണ്ടു കേട്ടോ. പൊതുവേ അങ്ങനെയാണ്, നമ്മൾ ക്യാമറ പൊന്തിച്ചിട്ട് കണ്ടാൽ ചിലപ്പോൾ അവനോട് ഒറ്റ പോലാണ് പോകും കേട്ടോ. നല്ല മടിയുള്ള കൂട്ടത്തിലാണോ അവന്. അപ്പോൾ നമ്മൾക്ക് ഇത്രയും സ്ഥലം നമ്മളതല്ല, ഇതിൻ്റെ താഴത്ത് 2 വീടുണ്ട്, അതാണ് നമ്മളത്. ഞങ്ങളെ വീടും പിന്നെ വല്യച്ഛൻ്റെ വീടും ഉണ്ട്. 2 വീടുള്ളൂ ഇവിടെ. അങ്ങനെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് പിന്നെ കുറച്ച് നേരം വന്ന് വർത്താനൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മൾക്ക് വീഡിയോ എടുക്കാനായിട്ട് തിരിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മളെ അടുക്കള. അല്ലെങ്കിൽ തന്നെ അറിയാമെങ്കിൽ നമ്മൾ പറ്റുന്ന കാണുന്നില്ല എല്ലൊക്കെ ആകെ അങ്ങോട്ട് കുയ്യിക്കണതാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ, അതാ വലിയ ഞാൻ ചിന്തിച്ചത്. മീൻ കൊടുക്കണ്ടോ? മീനൊന്നും മീനെ കണ്ടിട്ട് മീനില്ലാതെ പറ്റില്ല. ചെറുനിൻ്റെ ആട്ടില്ല അവിടെ ഒന്നും ഉണ്ടാവില്ല. ഇനി അവിടെ പിന്നെ ചെറുനി എത്താ കൂട്ടി നിന്നാല് അടുപ്പത്തിട്ട് അങ്ങനെ അമ്മനോട് ഇതാ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ വല്യച്ഛൻ്റെ വീട്ടിൽ വന്നപ്പോൾ കുറേ മുല്ലപ്പൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തു. ഇവിടെ ഒരു രാമൻകുട്ടി ഉണ്ട് കേട്ടോ, നായ്ക്കുട്ടിയാണ്. അപ്പോൾ അതിങ്ങനെ കുരക്കുണ്ടായിരുന്നു. അവിടെ വല്യമ്മ മാത്രമേ ഉള്ളൂ, വല്യച്ഛൻ മരിച്ചിക്കണ്. പിന്നെ ഇതാക്കണ അമ്മ വന്നത് ഹോട്ടലിൽ കേട്ടോ. അപ്പം അമ്മ പൈസ വാങ്ങാനായിട്ട് വന്നതാണ്. അപ്പോൾ ഹോട്ടലിലത്തെ എല്ലാവരും എടുത്തു. അപ്പോൾ ഈ ഹോട്ടലിലൊക്കെ നമ്മൾ സ്ഥിരം വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയൂലേ. അപ്പോൾ അമ്മേൻ്റെ ഹോട്ടലാണ്. അപ്പോൾ അമ്മേനെയും കൊണ്ടാട്ടെ നമ്മൾ വന്നത്. അപ്പോൾ അമ്മേനെയും കൊണ്ട് എങ്ങോട്ടാണ് വന്നത് ചോദിച്ചാൽ അമ്മ ഇതാക്കണ വൈകുന്നേരം ഇങ്ങോട്ട് പോരും കേട്ടോ. അപ്പോൾ അമ്മേൻ്റെ വീട്ടിലേക്ക് പോരലാണ്. അമ്മേൻ്റെ വീട്ടിൽ അമ്മേൻ്റെ ചെറിയമ്മ ഒറ്റക്കുള്ളൂ കേട്ടോ, ഒരു വീട്ടിൽ ഒറ്റക്കുള്ളൂ. അപ്പോൾ അമ്മ അതിന് തുണക്ക് നിൽക്കാനായിട്ട് അമ്മ അങ്ങനെ പോരല്ല കേട്ടോ വൈകുന്നേരത്ത്. അപ്പോൾ ഇന്ന് ഏതായാലും അതാണ് കേട്ടോ ചെറിയമ്മ ഉള്ളത്. അപ്പോൾ കുറച്ച് വയസ്സൊക്കെ കഴിക്കണം, കുറച്ച് വയസ്സല്ല കേട്ടോ, വയസ്സായിക്കണം. അമ്മമ്മേൻ്റെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ വീടൊക്കെ പുതിയത് വെച്ച് ടൈലൊക്കെ ഇട്ട് അതൊക്കെ കാണാൻ വരണം കുറേ ദിവസമായി പറയണത്. അപ്പോൾ ഇപ്പോഴാണ് അമ്മക്ക് കൂടിയത്. അപ്പോൾ അമ്മനെ ഇവിടെ ഇറക്കി ഇനി ഞങ്ങൾ പോട്ടെ, മഴയാണെങ്കിൽ നല്ല പോലെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഓലോടൊക്കെ അങ്ങനെ വർത്താനം പറഞ്ഞ് നമ്മൾ വേഗം പോകുന്നുണ്ടോ. പിന്നെ മക്കൾ ഇതാക്കുന്ന വീട്ടിൽ ഒറ്റക്കാണല്ലോ. അപ്പോൾ ചോറ് കുറച്ച് കമ്മിയായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഹോട്ടലിൽ നിന്ന് കുറച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് നിർത്തിയതാണ്. ഇവിടെ എത്തിയപ്പോൾ ഒരു പൂര മഴ കേട്ടോ, ഭയങ്കര മഴയായി. അപ്പോൾ കോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഓർഡർ കൊടുത്തിട്ട് ഇതാക്കുന്നത് ഒരു ആൾ ഉലാത്തി നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ എടുത്തോന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ മൂപ്പർക്ക് പിന്നെ എവിടെ ചെന്നാലും വീഡിയോ എടുക്കണം. ഇപ്പോൾ അതാണല്ലോ പണി. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഒരു 8-8:30 ആയപ്പോൾ ഇവിടെ എത്തിക്കുന്നുണ്ടോ. പിന്നെ നമ്മൾ മന്തിയാണ് വാങ്ങിയത്. മന്തിയും അതേപോലെ തന്നെ കാന്താരി ചിക്കനാണെന്ന് തോന്നുന്നു, നല്ല എരി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തിട്ട് ആങ്ങളൊക്കെ അയച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഓല് എടുക്കണത്. അപ്പോൾ ഓരോ വീഡിയോകളൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ചോറൊക്കെ തിന്നണ പരിപാടിയാണ്. അപ്പോൾ നല്ല മഴ ഉണ്ട് കാരണം മക്കൾ അപ്പുറത്തെ വീട്ടിലായിരുന്നു കേട്ടോ. നമ്മൾ അയൽവക്കത്ത് കുറച്ച് നേരം നിന്നു. അപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലൊക്കെ പോകുകയാണെങ്കിൽ അവിടെ ആക്കി പോകൽ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ചോറ് തിന്നാനായിട്ട് പോവുകയാണ് കേട്ടോ. ചോറ് നല്ല നമ്മൾ മന്തി കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ കണ്ണനെ വിളിച്ചപ്പോൾ എനിക്ക് ബീഫും പൊറാട്ടയാണ് എന്താ പറഞ്ഞത്. ഓന് സ്ഥിരം അങ്ങനെയാണ് ഇല്ലാത്ത ആദ്യത്തെ മന്തി റൈസും പെരി കാന്താരി എന്തൊക്കെയോ ഞാൻ വന്നിട്ട് ഒന്നും കൂടി വാങ്ങും ഞങ്ങൾ. അപ്പോളോ
നേരം 9 മണി കേട്ടോ. പെരേന്ന് വന്നപ്പോൾ തന്നെ നേരം 9 മണിയായി. നമുക്ക് ടി വിക്ക് ഇതുമില്ല. ഞാൻ ചോറ് തിന്നട്ടോ. അപ്പോൾ ഇന്നത്തെ ഓർമ്മകൾ ഇത് അത്ര തന്നെ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ നാളെ വരാം. ബൈ ബൈ.